തെറി പറഞ്ഞ് ഉച്ചത്തിൽ സംസാരിക്കുന്ന 13 വയസ്സുകാരൻ വീട്ടിലുള്ള താഴെയുള്ള കുട്ടികളൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുക, കയ്യിൽ കിട്ടിയത് എറിയുക, സ്കൂളിൽ പോയ ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്. ഓപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ അഥവാ ODDയുടെ ലക്ഷണങ്ങളായിട്ട് ഇതിനെ കണക്കാക്കാം. ഇത് കുട്ടിക്കാലത്ത് ഇവർ ശീലിച്ച ശീലങ്ങളിൽ നിന്ന് ഉണ്ടായതാവാം. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കണക്കാക്കാം. സെറട്ടോണിൻ, ഡോപ്പമിൻ പോലത്തെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ട് കണക്കാക്കാം. വീട്ടിൽ മാതാപിതാക്കൾ എപ്പോഴും വഴക്കുള്ള വീടുകളിലും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അക്കാഡമിക്കൽ തരത്തിൽ ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടും. കുടുംബങ്ങളിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവാനും ബുദ്ധിമുട്ട് നേരിടും. ഇത് തുടക്കത്തിലെ കണ്ടെത്തുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഇതിന് ആദ്യം വേണ്ടത് മാതാപിതാക്കൾ നല്ല പാരൻറ്റിങ് ടെക്നിക്ക്, പാരൻറ്റിങ് മാനേജ്മെൻറ്റിനെ പഠിക്കുക, നല്ല എഫക്റ്റീവായിട്ടുള്ള ഡിസിപ്ലിൻ ടെക്നിക്കുകൾ പഠിക്കുക. ഇതിലൂടെ കുട്ടികളെ ബിഹേവിയർ തെറാപ്പി, ഫാമിലി തെറാപ്പി ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുട്ടികളെ മാറ്റം വരുത്താനുള്ള മുൻകൈ എടുക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ തുടർന്നങ്ങോട്ട് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, സമൂഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളായിട്ട് മാറാൻ, കണ്ടന്റ് ഡിസോർഡർ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഇത്തരം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ നല്ലൊരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.